ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീയാണ് ശരി, നീയാണ് ശരിയെന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ നിന്റെ കൂടെ നിന്നത്. ഇതൊരിക്കലും അച്ഛൻ തിരുത്തില്ലല്ലോ. എന്താ ജീവ നീ ഇവിടെ വണ്ടി നിർത്തിയത്? എന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചതിൽ അച്ഛൻ വിഷമിക്കുന്നുണ്ടോ? അമ്മയുടെ സ്നേഹം അച്ഛൻ മിസ് ചെയ്യുന്നുണ്ടോ? നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അച്ഛാ, അച്ഛന്റെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം അത്ഭുതത്തോടെ നോക്കിക്കണ്ട ഒരാളാണ് ഞാൻ. അതൊരിക്കലും വേർപെടുത്താനാവാത്ത ഒന്നാ. പക്ഷേ അച്ഛൻ അത് സാക്രിഫൈസ് ചെയ്തു. എനിക്ക് വേണ്ടി അമ്മയിൽ നിന്ന് വന്ന കടുത്ത വാക്കുകൾ പോലും കേട്ടു നിൽക്കുന്നു. സത്യത്തില് എന്റെ കൂടെ നിൽക്കുന്നതിൽ അച്ഛൻ എന്താ നേട്ടം? അമ്മ, നിത്യ, ഹരി, അമ്മാവൻ, ഇവരെല്ലാരും ഇപ്പൊ അച്ഛനെതിരല്ലേ? അവരുടെയൊക്കെ മനസ്സില് ഒരു ചതിയന്റെ സ്ഥാനമല്ലേ അച്ഛന്? എടാ, അവരൊക്കെ അങ്ങനെ കരുതിക്കോട്ടെ. ഐ ഡോണ്ട് കെയർ. ഞാൻ നിന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചത് എന്റെ ഇഷ്ടമാണ്. അങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊന്നിനും എന്നെ പുറകോട്ട് വലിക്കാൻ കഴിയില്ല. അച്ഛാ, ആരുടെയും കണക്കില് ഞാൻ നല്ലവനല്ല. കൊലക്കുറ്റത്തിന് സംശയിക്കപ്പെട്ടവൻ, ജീവിക്കാൻ അറിയാത്തവൻ. പിന്നെന്താ അച്ഛനൊരു മാറ്റം തോന്നാൻ? ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ നീ അതിസമ്പന്നനായത് എല്ലാവരും അത്ഭുതത്തോടെ നോക്കിക്കാണുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ ഈ വളർച്ച എനിക്ക് കുറച്ചൊന്ന് തിരിഞ്ഞു നോക്കാനുള്ളൊരു അവസരമായിരുന്നു. ഇത്രയും കാലം സത്യസന്ധമായി ജോലി ചെയ്തിട്ട് എന്ത് മിച്ചം പിടിച്ചു? എന്ത് നേടി? നത്തിങ്. പക്ഷേ ഞാൻ JRന്റെ അച്ഛനാണെന്നുള്ള ഒരേ ഒരു മേൽവിലാസം എന്നെ കൊണ്ടുപോയി നിർത്തുന്നത് എത്രയോ വലിയ ആളുകൾക്കിടയിലാണ്. എത്ര പേരോടാ ഞാൻ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ വെറും ഒരു റിട്ടയർഡ് പട്ടാളക്കാരനായിരുന്നെങ്കിൽ അതുവല്ല സാധിക്കുമായിരുന്നു. ഒരിക്കലുമില്ല. സത്യത്തിൽ ഞാനിപ്പോ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. നിന്റെ കൂടെ നടക്കുമ്പോ JRന്റെ അച്ഛനെന്ന നിലയിൽ ആളുകൾ എനിക്ക് തരുന്ന ബഹുമാനം. നീയാണ് ശരി, നീയാണ് ശരിയെന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ നിന്റെ കൂടെ നിന്നത്. ഇതൊരിക്കലും അച്ഛൻ തിരുത്തില്ലല്ലോ. ഇനി ഒരിക്കലും അച്ഛൻ എന്നെ വിട്ട് പോകില്ലല്ലോ. പോവോ? ഇല്ലടാ, നിന്നെ അങ്ങനെ വിട്ടുപോകാൻ എനിക്ക് പറ്റില്ല. നഷ്ടങ്ങൾ ഒരുപാടുണ്ടായേക്കാം. പക്ഷേ എല്ലാറ്റിനും അവസാനം ഉണ്ടാവുന്ന നേട്ടത്തെക്കുറിച്ചാ ഞാനിപ്പോ ചിന്തിക്കുന്നത്. അച്ഛാ, ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചാല് വിഷമൊന്നും തോന്നണ്ട കേട്ടോ. ഞാനിപ്പോ കൺമുന്നിലുള്ള എല്ലാവരെയും പഠിച്ചുകൊണ്ടിരിക്കുക. പണ്ടത് ഞാൻ മറന്നുപോയ കാര്യമോ. പക്ഷെ ഇപ്പോ എനിക്കത് ഉറപ്പുണ്ട്. എന്റെ കൺമുമ്പിലുള്ള ഒരാൾ ഒരിക്കലും എന്റെ കണക്കൂട്ടിൽ നിന്നും പുറത്തു പോവില്ല എന്ന്. എന്നാ നമുക്ക് പോവാച്ചാ. ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്യാം. ഓക്കെ അല്ലേ? എന്നാവാ അച്ഛൻ കയറ്.
കേറ്. പോ. അമ്മേ, ജീവനും അച്ഛനും ഇപ്പോഴൊന്നും തിരിച്ചു വരില്ലെന്ന് തോന്നുന്നു. ഞാനൊന്ന് പോയി ഹരിയെ കണ്ടോട്ടെ. മോളെ അതിപ്പോ പോയാ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. എനിക്കൊന്ന് കണ്ടാ മതി. മോളെ ചെല്ല. കൂടുതൽ നേരമൊന്നും അവിടെ നിൽക്കണ്ട. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നിന്റെ ദേഹത്ത് ആരുടെയും കൈ വീഴില്ല. അമ്മ അതിന് സമ്മതിക്കില്ല. പക്ഷെ ഹരിയുടെ കാര്യം ഓർക്കണം. ശരി അമ്മേ, ഞാൻ പോട്ടെ. വാ. വാ. അമ്മേ, എന്താ മോളെ? അവിടെ സി വീട്ടിലേക്ക് കയറിപ്പോയി. ആ വരവും എനിക്കെല്ലാം ഭീഷണി തന്നെയാണ് അല്ലമ്മേ? ചിലപ്പോ ജീവൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും. പ്രതികാരം ചെയ്യാനുള്ള വഴി അവരെ ആരെയും പഠിപ്പിക്കണ്ടല്ലോ. അയാളിനി എപ്പോഴായിരിക്കും പോവാ? അയാള് പെട്ടെന്ന് പോയാലും മോളിപ്പോ അങ്ങോട്ട് പോവാൻ നിൽക്കണ്ട. അയാൾക്ക് പുറകെ ജീവൻ വരും. എന്ത് നേട്ടം അമ്മ ഇവർക്കൊക്കെ? ജീവന്റെ കത്തിമുനയിൽ ജീവിക്കുമ്പോ നമ്മളെല്ലാം വിട്ടുകൊടുത്തത് ദൈവത്തിന്. ഇപ്പോഴും അതുതന്നെ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങൾ പോലും നമ്മളെ വേർപിരിഞ്ഞ് നിന്നിട്ടുണ്ട്. മധുര നൊമ്പരക്കാറ്റ്